अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन। अल्हम्दुलिल्लाह कि आज जमात अहमदिया अमेरिका का जलसा सालाना शुरू हो रहा है। അൽഹംദുലില്ലാ, ഇന്ന് ഇവിടെ അഹ്മദിയ ജമാഅത്ത് അമേരിക്കയുടെ ജലസ സാലാന ആരംഭിക്കുകയാണ്. എനിക്ക് രണ്ടാം തവണ ഇതിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അവിടങ്ങളിലെ ജമാഅത്തുകൾ സംഘടിപ്പിക്കുന്ന ഈ ജലസകൾ ഹസ്രത്ത് മസീഹെ മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിച്ച ആ ജലസയെ പിന്തുടർന്നുള്ളവയാണ്. അതിന്റെ ലക്ഷ്യം ജമാഅത്ത് അംഗങ്ങളെ ആ യഥാർത്ഥ അനുഗ്രഹങ്ങളുടെ അവകാശികളാക്കി തീർക്കലായിരുന്നു. ഏതൊന്നാണോ ജമാഅത്ത് അംഗങ്ങളുടെ ഇഹപരലോകങ്ങൾ മനോഹരമാക്കി തീർക്കുന്നതിന് കാരണമായി തീരുന്നത്, അവയെ അവർ തങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി ഈ അനുഗ്രഹങ്ങളുടെ അവകാശികളായിക്കൊണ്ടേ ഇരിക്കുന്നതിനു വേണ്ടി, ഈ അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിലുള്ള തഖ്വ സ്വായത്തമാക്കുന്നതിലൂടെയാണ് ലഭ്യമാവുക. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ജലസയിൽ പങ്കെടുക്കുന്ന ഓരോ അഹ്മദിയിൽ നിന്നും ഈ നിലവാരം സ്വായത്തമാക്കണമെന്ന പ്രതീക്ഷയാണ് പുലർത്തിയിട്ടുള്ളത്. ഈ നിലവാരം സ്വായത്തമാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കാത്തവരോട് ശക്തമായ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ജലസ അനുഗ്രഹ കാര്യങ്ങളുമായി വരുന്നതോടൊപ്പം ഒരു യഥാർത്ഥ അഹ്മദിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയക്കേണ്ട അവസരം കൂടിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് വർഷത്തിൽ ഒരു തവണ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ താമസിച്ചുകൊണ്ട് തന്റെ പരിഷ്കരണത്തിനുള്ള അവസരം നൽകി, തന്റെ ബലഹീനതകൾ ദൂരീകരിക്കുന്നതിനുള്ള അവസരം നൽകി. പുതിയതായ നിലയിൽ തന്റെ ഈമാനെയും വിശ്വാസത്തെയും ആത്മീയതയെയും തിളക്കമുള്ളതും സുദൃഢവുമാക്കുന്നതിന് അവസരം നൽകി. എന്നാൽ അവ സ്വായത്തമാക്കേണ്ട മുറയനുസരിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചില്ല. അഥവാ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഭാവിയിൽ അതിനെ
ഏതൊരു സ്ഥാനത്താണോ നിലനിർത്തേണ്ടിയിരുന്നത് അവിടെ നിലനിർത്താൻ സാധിച്ചില്ല. उसके हसूल की कोशिश भी അഥവാ ജലസയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും हर साल ബർക്കത്തുകളെക്കുറിച്ചും യഥാർത്ഥത്തിലുള്ള ഗ്രാഹ്യം ഒരു അഹ്മദിക്കുണ്ടായിത്തീരുകയും അത് സ്വായത്തമാക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്താൽ ഓരോ വർഷവും ജലസയിൽ പങ്കെടുക്കുന്നത് മൂലം ഈ അനുഗ്രഹങ്ങളെയും പരിശുദ്ധ പരിവർത്തനങ്ങളെയും സ്വരൂപിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നവരായിത്തീരും. ഓരോ വർഷവും തഖ്വയിൽ പുരോഗതിയുടെ പുതിയ തലങ്ങൾ നാം ഓരോ അഹമ്മദികളിലും ദർശിക്കും. പുരോഗതിയുടെ ഈ തലങ്ങൾ തന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മെ എത്തിക്കുന്നത്. അതുകൊണ്ട് നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഹൃദയാഭിലാഷത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. हसूल की कोशिश करने की जरूरत है. ഏതൊന്നാണോ ജലസയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. ജലസ സാലാന സംഘടിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം സ്വായത്തമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത് അദ്ദേഹം ഈ വാക്കുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തേക്കാൾ जिहाद का പരലോകത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടാകുന്നതിനു വേണ്ടി आप अलैहिस्सलाम ने इस बात पर ശ്രദ്ധയുടെയും തങ്ങളുടെ സ്ഥാനങ്ങളുടെയും ഈ നിലവാരം സ്വായത്തമാക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളിൽ തഖ്വയുണ്ടാക്കി തീർക്കുക എന്ന കാര്യത്തിൽ വളരെയധികം ഊന്നൽ നൽകുകയുണ്ടായി. തഖ്വ ഇതാണ്: അള്ളാഹുവിനോടുള്ള കടമകൾ അവനോടുള്ള ഭയം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിറവേറ്റുക. का खौफ और उसकी खशियत दिल में रखते हुए अदा करो. ദാസരോടുള്ള കടമകളും അള്ളാഹുവിനോടുള്ള ഭയം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിറവേറ്റുക. इबादत का है और इबादत में അള്ളാഹുവിനോടുള്ള കടമകളിൽ नमाज है. ഏറ്റവും വലിയ കടമ ഇബാദത്താണ്. हजरत सल्लल्लाहु अलैहि वसल्लम ने ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണ്. ഇതിനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത് ആരാധനകളുടെ കഴമ്പാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഈ നിർബന്ധ കടമയെക്കുറിച്ചും അള്ളാഹുവിന്റെ ഈ അവകാശത്തെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അല്പം വെളിച്ചം വീശിയിരുന്നു. इबादत के कम से कम അത് കേൾക്കാത്തവർ അത് കേൾക്കുക. തങ്ങളുടെ ആരാധനകളുടെ जब आपको ഏറ്റവും ചുരുങ്ങിയത് नमाजों की तरफ तवज्जो रहे. ഈ നിലവാരമെങ്കിലും സ്വായത്തമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. बहरहाल ഈ ജലസയിൽ നിങ്ങൾക്ക് നമസ്കാരത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ സാഹചര്യ നിമിത്തം നിങ്ങൾക്ക് എന്തു തന്നെ ആയാലും നമസ്കരിക്കേണ്ടി വരുന്നതുകൊണ്ട് പിന്നീട് ഇതിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക. खुदा ताला ജലസയുടെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു ദുആ ചെയ്യുക, ഇതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു എല്ലാവർക്കും തങ്ങളുടെ अदा करने की तौफीक अता फरमाए. ഈ നിർബന്ധ കടമയും അള്ളാഹുവിന്റെ ഈ അവകാശവും യഥാർത്ഥ രൂപത്തിൽ അനുഷ്ഠിക്കുന്നതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. दूर से आए हुए मुसाफिरों की सहूलत ഇവിടെ ഞാൻ ഒരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജലസയുടെ പ്രോഗ്രാമുകൾ കാരണവും വിദൂരങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരെയും മാനിച്ചുകൊണ്ട് നമസ്കാരങ്ങൾ ജമ്മാക്കിയാണ് അനുഷ്ഠിക്കുന്നത്. ഇതിന് ശരീഅത്ത് അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ വീടുകളിൽ बाद घरों में യാതൊരു അനുപേക്ഷണീയമായ കാര്യങ്ങളുമില്ലാതെ നമസ്കാരങ്ങൾ ജമ്മാക്കുന്നതിന് യാതൊരു അനുവാദവുമില്ല. कितनी नमाजें हैं. ചില വീടുകളിൽ സ്ഥിരമായി നമസ്കാരങ്ങൾ ജമ്മാക്കി അനുഷ്ഠിക്കുന്നു. കാരണം കുട്ടികളോട് ഒരു ദിവസം എത്ര നമസ്കാരമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചിലർ നൽകുന്ന മറുപടി 3 നമസ്കാരങ്ങൾ എന്നാണ്. कुरान करीम ने ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇത്തരം വീടുകളിൽ നമസ്കാരത്തിനുള്ള ശരിയായ സംവിധാനമില്ല. വിശുദ്ധ ഖുർആൻ 5 നേര നമസ്കാരമാണ് ഫർലാക്കിയിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സുന്നത്തിലൂടെ നമുക്ക് 5 നേര നമസ്കാരത്തിന്റെ സമയവും പറഞ്ഞു തന്നു. അവ എങ്ങനെ അനുഷ്ഠിക്കണം എന്നും കാണിച്ചു തരികയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ കൂടെ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. इक़्तिबासात की रोशनी में बयान की थी.
കഴിഞ്ഞ ഖുതുബയിൽ ഇതിന്റെ വിശദീകരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ ഞാൻ ഒരു പരിധിവരെ വിവരിച്ചിരുന്നു. അതുകൊണ്ട് ഈ സുപ്രധാന നിർബന്ധ കടമയിലേക്ക് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നീട് തഖ്വയുടെ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി, അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുന്നതിനു വേണ്ടി കേവലം നമസ്കാരത്തിൽ മാത്രം പരിമിതപ്പെടാതെ മറിച്ച് ചില മറ്റു കാര്യങ്ങളും നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അവ അനുഷ്ഠിക്കേണ്ടതും ആവശ്യമാണ്. അതുകൂടാതെ നവാഫിലുകളുമുണ്ട്, അവയും അനുഷ്ഠിക്കേണ്ടതാണ്. തങ്ങളുടെ നമസ്കാരങ്ങൾ നവാഫിലുകളിലൂടെ അലങ്കരിക്കുക. തഹജ്ജുദിലേക്കും മറ്റ് നഫലുകളിലേക്കും ശ്രദ്ധിക്കുക. ഈ 3 ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് തഹജ്ജുദിലേക്ക് ശ്രദ്ധയുണ്ടാവും. അങ്ങനെ ശ്രദ്ധയുണ്ടാകുമ്പോൾ പിന്നീട് അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക. കാരണം ഫറലുകളിലുള്ള കുറവുകൾ നഫലുകൾ മുഖേന നികത്തപ്പെടുന്നു. നഫലുകളിൽ തഹജ്ജുദിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം ജമാഅത്തിന്റെ ശ്രദ്ധയെ ഈ ഭാഗത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പറയുന്നു, നമ്മുടെ ജമാഅത്ത് തഹജ്ജുദ് നമസ്കാരം നിർബന്ധമാക്കേണ്ടതാണ്. കൂടുതൽ കഴിയില്ലെങ്കിൽ 2 റക്അത്തെങ്കിലും നമസ്കരിക്കുക. क्योंकि वो सच्चे जोश और दर्द से निकलती हैं। फरमाया कि जब तक एक खास सोच, കാരണം ഇതിലൂടെ അദ്ദേഹത്തിന് ദുആ ചെയ്യാനുള്ള അവസരം എന്തു തന്നെയായാലും ലഭിക്കും. ആ സമയത്ത് ദുആകളിൽ ഒരു പ്രത്യേക സ്വാധീന ശക്തി ഉണ്ടാകും. കാരണം അത് യഥാർത്ഥത്തിലുള്ള ആവേശത്തിൽ നിന്നും വേദനയിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. പറയുന്നു, ഏതുവരെ ഒരു പ്രത്യേക ഉള്ളുരുക്കവും വേദനയും ഹൃദയത്തിലില്ലയോ അതുവരെ ഒരാൾ സുഷുപ്തിയിൽ നിന്ന് ഉണരുകയില്ല. ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേൽക്കൽ പ്രകടിപ്പിക്കുന്നത് മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ത്യാഗം ചെയ്യുന്നത് എന്നാണ്. പറയുന്നു, ആ സമയത്തുള്ള എഴുന്നേൽക്കൽ തന്നെ ഹൃദയത്തിൽ ഒരു വേദന ജനിപ്പിക്കുന്നു. അത് മുഖേന ദുആയിൽ വേദനയുടെയും ഉള്ളുരുക്കത്തിന്റെയും അവസ്ഥ സംജാതമാകുന്നു. ഈ വേദനയും അസ്വസ്ഥതയും തന്നെയാണ് ദുആ സ്വീകാര്യതയുടെ കാരണമായി തീരുന്നത്. ഇതാണ് തഹജ്ജുദിന്റെ പ്രാധാന്യം. ഇതിനായി എഴുന്നേൽക്കുന്നത് തന്നെ മനുഷ്യനിൽ ഒരു വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്നു. ഈ കാലഘട്ടത്തിലെ ലോകത്തിൽ വിവിധങ്ങളായ സ്ഥാനമാനങ്ങളുണ്ട്. അതുകാരണം ഭൂരിപക്ഷം ആളുകളും രാത്രിയിൽ വൈകി ഉറങ്ങുന്നു. തഹജ്ജുദ് ആകുന്ന മുജാഹിദ കഠിന പ്രയത്നം തീർച്ചയായും ഈ അവസ്ഥയിൽ തഖ്വയിൽ പുരോഗമിക്കുന്നതിനും പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനും വളരെ വലിയ ഒരു മാർഗമാണ്. ഇബാദത്തിന്റെ ഈ ഉത്തരവാദിത്വ നിർവഹണം മനുഷ്യന് അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതോടൊപ്പം മനുഷ്യന് തന്റെ പ്രയോജനത്തിനുള്ള ഒരു വലിയ ആയുധം കൂടിയാണ്. അള്ളാഹുവിനോടുള്ള കടമയ്ക്ക് ശേഷം ഒരു യഥാർത്ഥ മുഅ്മിനിൽ നിക്ഷിപ്തമായ മറ്റൊരു വലിയ കടമ അവന്റെ സഹോദരങ്ങളോടുള്ള കടമയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യത്വത്തോടുള്ള കടമയാണ്. ആര് ഏത് സമുദായത്തിൽ പെട്ട ആളാണ് എന്ന് നോക്കാതെ, ഏതു മതത്തിൽപ്പെട്ട ആളാണ് എന്ന് നോക്കാതെ മനുഷ്യത്വത്തിന്റെ പേരിൽ പരസ്പരം കടമകൾ നിറവേറ്റുന്നതിനായി അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കൂടുതൽ ഉപദേശിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് മറ്റൊരു മുഅ്മിനിൽ അതല്ലാതെയും ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഭാഷയിൽ ഉപദേശിച്ചിട്ടുണ്ട്. അവ നിറവേറ്റുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജലസയുടെ ലക്ഷ്യങ്ങൾ വിവരിച്ചുകൊണ്ട് സൃഷ്ടികളോടുള്ള കടമകളിലേക്കും ഒരുപാട് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. പറയുന്നു, മറ്റുള്ളവർക്കായി തങ്ങളുടെ ഹൃദയങ്ങളിൽ മൃദുലതയും ആർദ്രതയും ജനിപ്പിക്കുക, സഹാനുഭൂതി ഉണ്ടാക്കുക. കേവലം ഈ ജലസകളിൽ മാത്രം
പരിമിതപ്പെടുത്താതിരിക്കുക, മറിച്ച് बाज़ दफ़ा छोटी छोटी बातों पर പൊതുജീവിതത്തിലും അതിനെ പ്രകടിപ്പിക്കുക. नाराज हो जाते हैं। ചില അവസരങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മൂലം സഹോദരൻ സഹോദരനോട് ദേഷ്യപ്പെടുന്നു. वो जो नाराजगियाँ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ദേഷ്യത്തിൽ കഴിച്ചുകൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. फिर പിന്നീട് ഈ അനിഷ്ടങ്ങൾ മറ്റു ബന്ധങ്ങളിലേക്കും ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കുന്നു. और एक दूसरे के जज्बात പിന്നീട് का ख्याल रखने में ഈ ആർദ്രതയിലും മൃദുലതയിലും സഹാനുഭൂതിയിലും പരസ്പര വികാര വിചാരങ്ങളെ പരിഗണിക്കുന്നതിലുമുള്ള की कमी हो जाती है। കുറവുകൾ മൂലം ചില അവസരങ്ങളിൽ एक വീടുകളിൽ സഹാനുഭൂതിയിൽ वक्त करते थे കുറവുണ്ടാകുന്നു, സ്നേഹത്തിൽ കുറവുണ്ടാകുന്നു. അങ്ങനെ घरों की बेसुकूनी हो। ഇതുമൂലം വീടുകൾ ശിഥിലമാകുന്നു. ഒരു കാലത്ത് നാം പറയാറുണ്ടായിരുന്നു, പാശ്ചാത്യ ലോകത്ത് സ്വാതന്ത്ര്യം കാരണമാണ് വീടുകളിൽ അസമാധാനമുള്ളത്. खामन बीवी एक दूसरे के जज्बात और एहसासात का ख्याल नहीं रखते। തലാഖിന്റെ തോതും ഇവിടെ വളരെ കൂടുതലാണ്. एक दूसरे से ഭാര്യ ഭർത്താക്കന്മാർ ഒരാൾ മറ്റൊരാളുടെ വികാര വിചാരങ്ങളെ പരിഗണിക്കാറില്ല. बातें होती हैं। മൃദുലതയോടും സ്നേഹത്തോടും പരസ്പരം ഒരു സ്റ്റേജിന് ശേഷം സംസാരിക്കുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുടക്കത്തിലുണ്ടാകുന്ന സ്നേഹം അവസാനം അത് ശത്രുതയിൽ ജ്വലിച്ചു നിൽക്കുന്നതായി കാണാം. एक दूसरे पर एतमाद नहीं रहता, एतमाद में कमी होती चली जाती ഇതിനുള്ള കാരണം है। और फिर इसका ഈ പരിതസ്ഥിതി കാരണം घर टूटने പരസ്പര വിശ്വാസം ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. अब हमारे വിശ്വാസത്തിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അതിന്റെ അവസാന ഫലം കുടുംബത്തിന്റെ ശിഥിലമാകലിൽ പുറത്തുവരുന്നു. और नतीजतन ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്താർഹമായ നിമിഷമാണ്. यहाँ से भी मुझे അഹ്മദി വീടുകളിലും അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. आती हैं ये जमात की इस्लाही ഇതിന്റെ പരിണിത ഫലമെന്നോണം കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഖസായുടെയും ജമാഅത്തിന്റെ ഇസ്ലാഹി കമ്മിറ്റികളുടെയും റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് എല്ലായിടങ്ങളിലും തലാഖിന്റെയും ഖുലയുടെയും തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരഹ്മദി हावी होने की जरूरत है। ആർദ്രതയുടെയും कोशिश करनी മൃദുലതയുടെയും സഹാനുഭൂതിയുടെയും चाहिए, वसत देने की जरूरत है। എല്ലാ വശങ്ങളിലും നിറഞ്ഞു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതിനായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ ചുറ്റുപാടിനെ വിശാലമാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ മാത്രമേ നാം യഥാർത്ഥ അഹ്മദികളായി തീരുകയുള്ളൂ. और फिर ഈ ജലസയിൽ ഈ കാര്യത്തിലേക്കും ശ്രദ്ധിക്കുകയും ഇതിന്റെ ഉന്നത നിലവാരം സ്വായത്തമാക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുക. हज़रत मसीह പിന്നീട് ഇതിൽ നിലനിൽക്കുമെന്ന പ്രതിജ്ഞയും ചെയ്യുക. कामिल इताअत का है, നാം ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിൽ पैदा करने പരിപൂർണ അനുസരണത്തിന്റെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കേണ്ടതാണ്. कायम रहने പരിശുദ്ധമാറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചും തഖ്വയിൽ इसे हमें നിലനിൽക്കുന്നതിനെക്കുറിച്ചും सामने रखना चाहिए। പ്രതിജ്ഞ പുതുക്കിയിട്ടുണ്ട്. ना हम अहद ഇത് നാം എപ്പോഴും നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. जलसे की അതല്ലെങ്കിൽ നാം बढ़ाने वाले हैं। ബൈഅത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നവരും ആയിരിക്കുകയില്ല. ജലസയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കുന്നവരും ആയിരിക്കുകയില്ല. में पढ़ते हैं, शुरू हो जाते ജലസ നടക്കുമ്പോൾ हैं और നിങ്ങൾ സംഘഗാനങ്ങളും പദ്യങ്ങളും ചൊല്ലുന്നു. उसमें रंगीनियां पैदा करने की कोशिश की जाती है। MTA-യിൽ जोर से ഇത് കാണിക്കുന്നത് കാരണം के दिन आने के അത് വർണ്ണശബളമാക്കുവാൻ പരിശ്രമിക്കുന്നു. വളരെ ഉച്ചത്തിലും ശക്തിയിലും से फायदा उठाने അനുഗ്രഹ ദിവസങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് സംഘഗാനങ്ങൾ ചൊല്ലുന്നു. अल्लाह ताला और उसके അനുഗ്രഹ ദിനങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിനായി हज़रत मसीह मौद തഖ്വ സ്വായത്തമാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അധ്യാപനങ്ങളെ പൂർണ്ണമായും അനുധാവനം ചെയ്യേണ്ടതുണ്ട്. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത ബയ്യത്തിന്റെ പ്രതിജ്ഞ हज़रत मसीह मौद अलैहिस्सलाम നിറവേറ്റേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. आया है। അതല്ലെങ്കിൽ ദിവസങ്ങൾ തീർച്ചയായും അനുഗ്രഹീതമായിരിക്കും. എന്നാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഇത് കേവലം ഒരു ഭൗതികമായ മേളയല്ല. ഇവിടെ നിങ്ങൾ വന്നു और इसके ഭൗതികമായ പ്രയോജനങ്ങൾ നേടേണ്ടത് നേടി തിരിച്ചുപോയി. എന്നാൽ ഇതിന്റെ യഥാർത്ഥ आप अलैहिस्सलाम അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം നേടാൻ പരിശ്രമിക്കുക.
അതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാം. हर बात कहना चाहिए, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓരോ വാക്കുകളും अमल करने वाले बाखुदा इंसान बन सकते അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ और यही आपकी बेइज्जत का ദൈവിക മനുഷ്യരായിത്തീരും. कि अपने आका व मुता हजरत मोहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗമന ഉദ്ദേശം. തന്റെ യജമാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് മനുഷ്യരെ ദൈവിക മനുഷ്യരാക്കി തീർക്കുക. आपका मुकाम ആദ്യമായി ഞാൻ ആ മഹാത്മാവിന്റെ വാക്കുകളിൽ തന്നെ बयान करता हूँ। അദ്ദേഹത്തിന്റെ സ്ഥാനം, അതിന്റെ പ്രാധാന്യം, बात पर जो बैत അദ്ദേഹത്തെ പൂർണ്ണമായും അനുസരിക്കേണ്ടതിനെക്കുറിച്ച് വിവരിക്കാം. അദ്ദേഹം പറയുന്നു, എന്റെ കൈകളിൽ के बाद നിങ്ങൾ ചെയ്ത ബൈഅത്ത് എന്നെ മസീഹ് മൗഊദ് എന്നും നീതിമാനായ വിധികർത്താവെന്നും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിനു ശേഷം എന്റെ ഏതെങ്കിലും തീരുമാനത്തിലോ പ്രവൃത്തിയിലോ ഹൃദയത്തിൽ ഏതെങ്കിലും ദുഃഖമോ അനിഷ്ടമോ വരുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഈമാനെക്കുറിച്ച് ചിന്താകുലരാവുക. അപകടങ്ങളാലും സംശയങ്ങളാലും നിറഞ്ഞു കവിഞ്ഞ ഈമാൻ ഒരു ഫലവും ഉണ്ടാക്കുന്നതായിരിക്കുകയില്ല. എന്നാൽ നിങ്ങൾ സത്യഹൃദയത്തോടെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മസീഹ് മൗഊദ് യഥാർത്ഥത്തിൽ വിധികർത്താവാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്കും കർമ്മത്തിനു മുന്നിൽ ആയുധം ഉപേക്ഷിക്കുക. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ബഹുമാന ദൃഷ്ടിയോടെ കാണുക. നിങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വചനങ്ങളെ ബഹുമാനിക്കുന്നവരും ശ്രേഷ്ഠത കൽപ്പിക്കുന്നവരും ആയിത്തീരുന്നതിനു വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാമായിരിക്കും, അദ്ദേഹം നീതിമാനായ വിധികർത്താവായിരിക്കുമെന്ന സാക്ഷ്യം മതിയായതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീരുമാനങ്ങളെ ബഹുമാന ദൃഷ്ടിയോടെ നോക്കിക്കാണുന്നവർ അപ്പോഴായിരിക്കും നാം ആയിത്തീരുക എപ്പോഴാണോ നാം അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളെയും പൂർണ്ണമായും പിൻപറ്റുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. അവിടുന്ന് വ്യക്തമാക്കി തരികയുണ്ടായി, അദ്ദേഹത്തിന്റെ വാക്കുകളും തീരുമാനങ്ങളും ബഹുമാന ദൃഷ്ടിയോടെ നോക്കുന്നവർ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അദ്ദേഹത്തിന്റെ വാക്കുകളെ മാത്രം ബഹുമാനിക്കുന്നവരല്ല, മറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ബഹുമാനത്തോടും മഹത്വത്തോടും കൂടി നോക്കിക്കാണുന്നവരാണ്. ഇത് നമ്മുടെ സൗഭാഗ്യമാണ്. നാം ആ ഇമാമിനെ വിശ്വസിച്ചിരിക്കുന്നു. ആരാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച हर बात खोल कर हमारे सामने रखते हैं जो हजरत सल्लल्लाहु अलैहि वसल्लम ने बयान की, ഓരോ കാര്യവും ताकि തുറന്നു നമ്മുടെ മുമ്പിൽ വെച്ചത് कि हमें समझने में गलती लगी है। ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നതിൽ जब बैत का തെറ്റുപറ്റി എന്ന് ഒരാളും പറയാതിരിക്കുന്നതിനു വേണ്ടി जिम्मेदारियों पर ഒരഹ്മദി ബൈഅത്ത് ചെയ്യുമ്പോൾ തങ്ങളുടെ ഉത്തരവാദിത്വത്തെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. और दुनियावी तरजीहात उसे अहद बैत से ഭൗതികമായ ആഗ്രഹങ്ങളും ഭൗതിക സ്ഥാനമാനങ്ങളും അദ്ദേഹത്തെ ബൈഅത്തിന്റെ പ്രതിജ്ഞയിൽ നിന്ന് വിദൂരപ്പെടുത്തുന്നു. नहीं रहता। യഥാർത്ഥത്തിൽ അത്തരം വ്യക്തിയുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞ इस पहलू से भी ബൈഅത്തിന്റെ പ്രതിജ്ഞയായിരിക്കുകയില്ല. लेने की जरूरत है। ഈ ജലസയുടെ ദിവസങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ചും ഓരോ അഹ്മദിയും ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ताला ने ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, जाहिर किए അള്ളാഹു ഈ ജമാഅത്തിനെ സ്ഥാപിച്ചിരിക്കുന്നു. उसकी गरज ഇതിന്റെ സത്യസാക്ഷ്യത്തിനായി നൂറുകണക്കിന് അടയാളങ്ങൾ അവൻ പ്രകടമാക്കിയിട്ടുണ്ട്. ഇതുമൂലം അവന്റെ ഉദ്ദേശം ഇതാണ്, ഈ ജമാഅത്ത് സഹാബാക്കളുടെ ജമാഅത്തായി തീരണം. पहली सदियों का ഖൈറുൽ ഖുറൂന്റെ കാലഘട്ടം इस्लाम में दाखिल വീണ്ടും വരണം. അതായത് ആദ്യ നൂറ്റാണ്ടുകളിലെ ആ കാലഘട്ടം വീണ്ടും വരണം. इसलिए वो ആദ്യ നൂറ്റാണ്ടുകളിലെ ശ്രേഷ്ഠമായ ആ കാലഘട്ടം വീണ്ടും വരണം. ഈ ജമാഅത്തിൽ പ്രവേശിക്കുന്നവർ അവർ ആഖിരീന മിൻഹും എന്നവരിൽ പ്രവേശിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ തെറ്റായ പ്രവൃത്തികളുടെ വസ്ത്രം അഴിച്ചുകളയുകയും തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അള്ളാഹുവിലേക്ക് തിരിക്കുകയും ചെയ്യുക. നമുക്ക് അള്ളാഹു ഈ സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ, അതായത് खैरुल कुरून के जमाने
മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം സ്ഥായിയായ ഖിലാഫത്തിന്റെ പരമ്പര നിലനിൽക്കുമെന്നത്. അപ്പോൾ നാം അതിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കുന്നതിനായി ശ്രേഷ്ഠമായ നൂറ്റാണ്ടിലെ കാലഘട്ടം നിലനിർത്തുന്നതിനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഒരു തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറയിലേക്ക് ഈ ആത്മാവിനെ ആവാഹിക്കേണ്ടതായിട്ടുണ്ട്. നാം നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ച് വാർത്തെടുക്കണം. അഥവാ അങ്ങനെയല്ല എങ്കിൽ നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിവരിച്ച ആ ഉന്നതമായ കാലഘട്ടം ആഗ്രഹിക്കുന്നവരായിരിക്കുകയില്ല. മറിച്ച് അന്ധകാര കാലഘട്ടത്തിൽ മുങ്ങിപ്പോകുന്നവരായിത്തീരും. അതുകൊണ്ട് ഇതിനായി പരിശ്രമിക്കേണ്ടതിന്റെ വളരെയധികം ആവശ്യമുണ്ട്. പിന്നീട് അവിടുന്ന് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ദൈവസ്മരണയിൽ പ്രത്യേകമായ ഒരു നിറം ഉള്ളതോടൊപ്പം പരസ്പരമുള്ള സ്നേഹത്തിലും പ്രത്യേകമായ നിറം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവസ്മരണയിൽ മാത്രം പ്രത്യേക നിറമുണ്ടായാൽ പോരാ, മറിച്ച് പരസ്പരമുള്ള ബന്ധങ്ങളിലും ജമാഅത്തിനകത്തും സ്നേഹത്തിന്റെ ഒരു പ്രത്യേക വർണ്ണം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് അവിടുന്ന് തന്നെ വിശ്വസിക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ നിറം ഉണ്ടായിത്തീരുമ്പോൾ നാം ആഖിരീങ്ങളുടെ ജമാഅത്തായി മാറും. പിന്നീട് ഈ പരസ്പര സ്നേഹം കൂടുതൽ വിശാലമാക്കിക്കൊണ്ട് അവിടുന്ന് സൃഷ്ടികളോടുള്ള കടമകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം ശ്രദ്ധ ക്ഷണിച്ചത് പ്രകാരം നമ്മിൽ ഓരോരുത്തരും ഈ വിധത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തുടങ്ങിയാൽ ഒരു വിപ്ലവം ഏതാനും വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവിടുന്ന് പറയുന്നു, മനുഷ്യ സമൂഹത്തോടുള്ള സഹാനുഭൂതിയെക്കുറിച്ച് എന്റെ മതം ഇതാണ്: ഏതുവരെ ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലയോ അതുവരെ മനസ്സ് പൂർണ്ണമായും വിശുദ്ധമാവുകയില്ല. നോക്കുക, ഈ ഒരു ചിന്താഗതിയോടെ തങ്ങളുടെ ദുആകളെ വിശാലമാക്കുന്നവർ നമ്മിൽ എത്ര പേരുണ്ട്? ജമാഅത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അഥവാ ഈ ഒരു ചിന്തയുണ്ട് എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെയില്ല. ഒരു മുഅ്മിൻ തന്റെ എതിരാളിയും ശത്രുവും അവിശ്വാസിയുമായ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ തന്റെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ഈ ദുആകളിൽ കൂടുതൽ വർധനവും ശക്തിയും ഉണ്ടായിരിക്കും. ഈ വിധത്തിലുള്ള ദുആകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ കടാക്ഷവും അത്തരത്തിൽ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പതിക്കുന്നു. ആരിലാണോ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ കടാക്ഷം പതിയുന്നത്, അയാളുടെ ദീനും ദുനിയാവും മനോഹരമായി തീരുന്നു. ആ മഹാത്മാവിന്റെ ഈ പ്രധാന ഉപദേശവും നാം എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. അവിടുന്ന് പറയുകയുണ്ടായി, നിങ്ങളിൽ അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. അവൻ നിങ്ങൾക്ക് ശക്തി നൽകുകയും തിരിച്ചറിയാനുള്ള കണ്ണ് നൽകുകയും ചെയ്തു. അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാൻ, അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകി. പറയുന്നു, അഥവാ അവൻ ഈ അനുഗ്രഹം നൽകിയിരുന്നില്ല എങ്കിൽ മറ്റുള്ളവർ അസഭ്യം വിളിക്കുന്നത് പോലെ നിങ്ങളും ആകുമായിരുന്നു. അതായത് ജനങ്ങൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചീത്ത വിളിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം നിങ്ങളിൽ ഇല്ല എങ്കിൽ നിങ്ങളും അവരിൽ ഉൾപ്പെടുമായിരുന്നു. പറയുന്നു, ഏതൊരു കാര്യമാണോ നിങ്ങളെ ആകർഷിച്ചത് അത് കേവലം അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. പറയുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കരുത്. ഇസ്ലാം വലിയ ഒരു അനുഗ്രഹമാണ്. അതിനെ വിലമതിക്കുക, നന്ദി കാണിക്കുക. അതിനെ വിലമതിക്കുക, നന്ദി കാണിക്കുക. നാമമാത്രമായ മുസ്ലിമാവുക എന്നതും അഹമ്മദിയാവുക എന്നത് ഒരു കാര്യമല്ല. യഥാർത്ഥ കാര്യം ഇസ്ലാമും അഹമ്മദിയത്തും സ്വീകരിച്ചതുമൂലം ഉണ്ടായിട്ടുള്ള
അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വിലമതിക്കുക എന്നതാണ്. എങ്ങനെയാണ് വിലമതിക്കാൻ സാധിക്കുക? इस्लाम अल्लाह ताला ഇതിനകത്ത് പറയുന്നു, ഇതിനകത്ത് ഒരു ഫിലോസഫി ഉണ്ട്. അത് കേവലം നാവ് കൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം സ്വായത്തമാവുകയില്ല. ഇസ്ലാം എന്നത് അള്ളാഹുവിന്റെ എല്ലാവിധത്തിലുള്ള കൽപ്പനകൾക്കും കീഴിൽ വരുന്നതിന്റെ പേരാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാവിധത്തിലുള്ള കൽപ്പനകൾക്കും കീഴിൽ വരുന്നതിന്റെ പേരാണ്. അതിന്റെ സംക്ഷിപ്തം അള്ളാഹുവിനോടുള്ള സത്യസന്ധവും പരിപൂർണവുമായ അനുസരണമാണ്. തന്റെ മുഴുവൻ അസ്തിത്വവും അള്ളാഹുവിന്റെ മുന്നിൽ വെക്കുന്നവനാണ് മുസ്ലിം. तो फिर कुरान करीम की आयत आपने पेश फरमाई जिसमें अल्लाह ताला फरमाता है ഈ ഒരവസ്ഥയിലേക്ക് ഒരു മുഅ്മിൻ എത്തിച്ചേരുമ്പോൾ പിന്നീട് അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ അല്ലാഹു പറയുന്നു, ബലാ മൻ അസ്ലമ വജഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വലഹു അജ്റഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. और उन लोगों पर कोई खौफ नहीं। അങ്ങനെയല്ല, ഏതൊരാൾ സുഹൃതം ചെയ്യുന്നവനായിരിക്കെ അള്ളാഹുവിന് സ്വയം അർപ്പണം ചെയ്യുന്നുവോ അവന് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന്റെ പ്രതിഫലമുണ്ട്. അവർക്ക് ഭാവിയെക്കുറിച്ച് യാതൊന്നും ഭയപ്പെടാനില്ല, കഴിഞ്ഞതിനെക്കുറിച്ച് അവർ വ്യസനിക്കുന്നതുമല്ല. അള്ളാഹു मुकद्दम कर ले വാഗ്ദാനം ചെയ്യുന്നു, തന്റെ മുഴുവൻ ശ്രദ്ധയും അള്ളാഹുവിൽ വെക്കുകയും അള്ളാഹുവിന്റെ പ്രീതിക്ക് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും മുൻഗണന നൽകുകയും ചെയ്താൽ അവരുടെ ഭയത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥ അള്ളാഹു ദൂരീകരിക്കുന്നു. എഹ്സാൻ എന്നതിന്റെ അർത്ഥം മറ്റുള്ളവരോട് നന്മയോടുകൂടി പെരുമാറുക എന്നതാണ്. അതായത് യാതൊരുവിധ വ്യക്തിഗത താൽപര്യവും പ്രയോജനവുമില്ലാത്ത പെരുമാറ്റം. और इसका इल्म जो है തന്റെ പ്രവൃത്തിയിലും അറിവിലും നന്മ മാത്രം കാംക്ഷിക്കുക എന്നതും മറ്റൊരു അർത്ഥമാണ്. बातों के लिए हो और किसी भी सूरत में उसमें बदी दाखिल होना। ഒരു മനുഷ്യന്റെ എല്ലാ കർമ്മത്തിന്റെയും അവന്റെ അറിവിന്റെയും ഉപയോഗം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. वो हालत है जिसको कह ഒരു വിധത്തിലും അതിൽ തിന്മ പ്രവേശിക്കാൻ പാടില്ല. ഈ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ശ്രദ്ധയുള്ള അവസ്ഥ. हज़रत मसीह मौऊद अलैहिस्सलाम फरमाते ഈ സ്ഥാനമാണ് ഓരോ അഹമ്മദിയും കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടത്. हैं बस हमें अपने आप ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, में शामिल करने के बाद ഈ അവസ്ഥയായിരിക്കും നമ്മെ യഥാർത്ഥത്തിലുള്ള മുസ്ലിമാക്കുക. നാം നമ്മെ ബൈഅത്തിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം अपने मयार बढ़ा ഞങ്ങൾ അഹമ്മദികളായി എന്നതിൽ മാത്രം സന്തോഷിക്കുകയും അതിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യാൻ പാടുള്ളതല്ല. മറിച്ച് നമ്മുടെ നിലവാരം ഉയർത്തുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. हूं कि ये एक ബയ്യത്ത് ചെയ്യുന്നവരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, के लिए पैदा करती है। ഞാൻ സത്യമായും പറയുന്നു, हो गए ഈ ഒരു പരിപാടി फायदा उठाते അള്ളാഹു സൗഭാഗ്യവാന്മാർക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. साथ ताल्लुक पैदा किया है। അതായത് इस बात അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നവർ, ഇതിൽ നിന്ന് പ്രയോജനം നേടുന്നവരാണ് അനുഗ്രഹീതർ. എന്നോട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള നിങ്ങൾ ഈ കാര്യത്തിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. അതായത് ഏതൊന്നാണോ നിങ്ങൾ നേടേണ്ടിയിരുന്നത് അത് നേടി. നിങ്ങൾ ഈ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യത്തിന്റെ സമീപസ്ഥരാണ് എന്നത് ശരി തന്നെ. जिन्होंने അതായത് നിഷേധികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൗഭാഗ്യത്തിന്റെ इनका സമീപത്താണ്. इनसे खुदा को ആരാണോ തങ്ങളുടെ ശക്തമായ നിഷേധം കൊണ്ടും तुमने उसने जन से काम लेकर ആക്ഷേപം കൊണ്ടും അള്ളാഹുവിനെ കോപാകുലനാക്കിയത്, ഇതും ശരി തന്നെ. നിങ്ങൾ നല്ല ധാരണയെ പ്രവർത്തന തലത്തിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. എന്നാൽ സത്യം ഇതാണ്, നിങ്ങൾ സ്ഥായിയായ ജീവിതത്തിനായി ഇപ്പോൾ അള്ളാഹു ഉണ്ടാക്കിയ ഈ നീരുറവയുടെ അടുത്തെത്തിയിരിക്കുന്നു. അതെ, വെള്ളം പാനം ചെയ്യുക എന്നത് ബാക്കിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് അവൻ നിങ്ങളെ വയറു നിറയെ കുടിപ്പിക്കുന്നതിനു വേണ്ടി തൗഫീഖ് ആഗ്രഹിക്കുക. കാരണം അള്ളാഹുവിനെ കൂടാതെ ഒന്നും തന്നെ സാധ്യമല്ല. അള്ളാഹു ആഗ്രഹിക്കാതെ ഒന്നും തന്നെ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ അഹമ്മദിയത്തിൽ പ്രവേശിച്ച് അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പറയുന്നു, എനിക്കുറപ്പായും അറിയാം, क्या तरीक है यही कि खुदा ताला ने ആരാണോ ഈ നീരുറവയിൽ നിന്നും കുടിക്കുന്നത് അവർ നശിക്കുകയില്ല. കാരണം ഈ വെള്ളം ജീവദായകമാണ്, നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്, പിശാചിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ഈ നീരുറവയിൽ നിന്ന് വയറു നിറയെ കുടിക്കാനുള്ള മാർഗം എന്താണ്?
അള്ളാഹു നിങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, പൂർണ്ണമായ നിലയിൽ നിറവേറ്റുക. അത് ഒന്ന് അള്ളാഹുവിനോടുള്ള കടമയാണ്, മറ്റൊന്ന് സൃഷ്ടികളോടുള്ളതാണ്. ഇതാണ് ആ അവസ്ഥ, ആ സ്ഥാനം. ഇത് നമ്മിൽ ഓരോരുത്തരും തങ്ങളിൽ ജനിപ്പിക്കേണ്ടതിന്റെയും സാംശീകരിക്കേണ്ടതിന്റെയും ആവശ്യകതയുണ്ട്. ഇതും നമ്മിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ വലിയ ഔദാര്യമാണ്. കടമകളുടെ നിലവാരത്തിന്റെ സ്വായത്തമാക്കലിനായി ജലസയുടെ രൂപത്തിൽ ഒരു പരിപാടി തയ്യാറാക്കി. ഇവിടെ നാം നല്ല കാര്യങ്ങൾ കേട്ട് പരസ്പരമുള്ള നല്ല കാര്യങ്ങൾ സ്വാംശീകരിച്ച് അദ്ദേഹം നമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്ന നിലവാരങ്ങൾ സ്വായത്തമാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് അവിടുന്ന് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഓരോ അഹമ്മദിയും ഇതിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതായത് തങ്ങളുടെ വൈജ്ഞാനിക അവസ്ഥ അഭിവൃദ്ധിപ്പെടുത്തുക എന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ഭൗതിക വിജ്ഞാനത്തിലേക്ക് വളരെയധികം ശ്രദ്ധയുണ്ട്, എന്നാൽ ദീൻ പഠിക്കുന്നതിലേക്ക് കുറവും. അവിടുന്ന് പറയുന്നു, യഥാർത്ഥ പരിവർത്തനവും തഖ്വയും വിശുദ്ധിയും ജനിപ്പിക്കുന്നതിനായി തങ്ങളുടെ ദീനീ വിജ്ഞാനവും വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ദീനീ വിജ്ഞാനം ഇന്ന് നമുക്ക് കേവലം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവിടുന്ന് തന്റെ ഗ്രന്ഥങ്ങളുടെ എണ്ണമറ്റ നിധി നമുക്കായി ഉപേക്ഷിച്ചിരിക്കുന്നു. അത് അറിവിന്റെയും ആത്മീയ വിജ്ഞാനത്തിന്റെയും മുത്തുകളാൽ നിറഞ്ഞു കവിഞ്ഞതാണ്. അത് വായിക്കുന്നതിലേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം ഗ്രന്ഥങ്ങളാണോ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഉറുദു അറിയാത്തവർ അത് ഇംഗ്ലീഷിൽ വായിക്കേണ്ടതിലേക്ക് ശ്രദ്ധിക്കുക. 4-5 വാല്യങ്ങളായി ഏതാനും ഉദ്ധരണികൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. അത് വായിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുക. ഉറുദുവിൽ വായിക്കാൻ അറിയുന്നവർ അത് ഉറുദുവിൽ വായിക്കുക. ഇത് നമ്മുടെ അറിവും ദൈവിക ജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ മാർഗമാണ്. കാരണം അദ്ദേഹം വിവരിച്ചതെല്ലാം തന്നെ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ഗ്രാഹ്യം ഏറ്റവും കൂടുതലായി ആ മഹാത്മാവിനാണ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെയധികം പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് അവിടുന്ന് പറയുന്നു. അള്ളാഹു തന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഒരു ജീവനുള്ള പ്രകാശപൂരിതമായ ഗ്രന്ഥമാണ്. പറയുന്നു, ഞാനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നവരോട് ഞാൻ വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നു. അള്ളാഹു ഈ ജമാഅത്തിനെ യാഥാർത്ഥ്യം തുറക്കുന്നതിനായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം ഇതുകൂടാതെ കർമ്മജീവിതത്തിൽ ഒരു പ്രകാശവും ഉണ്ടാവുന്നതല്ല. യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആന്റെ അറിവ് ഉണ്ടാകുന്നതിലൂടെയാണ് വെളിപ്പെടുന്നത്. അതുകൂടാതെ ജീവിതത്തിൽ ഒരു പ്രകാശവും ഉണ്ടാകുന്നതല്ല. ദീനീ വിജ്ഞാനം കരഗതമാകുന്നതല്ല. പറയുന്നു, ഞാൻ കർമ്മപരമായ സത്യത്തിലൂടെ ഇസ്ലാമിന്റെ മഹത്വം ലോകത്ത് പ്രകടമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു എന്നെ ഈ പ്രവൃത്തിക്കായി നിയോഗിച്ചതുപോലെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ വളരെയധികം പാരായണം ചെയ്യുക. എന്നാൽ കേവലം കഥകളെന്ന രൂപത്തിലല്ല, മറിച്ച് ഒരു തത്വശാസ്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിയോഗത്തിന്റെ ഈ സുപ്രധാന ജോലിക്കൊപ്പം തന്നെ വിശ്വസിക്കുന്നവരെയും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും ഇതിന്റെ മഹത്വമുറ്റ പ്രത്യേകതകൾ ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും നമ്മുടെ ജോലിയാണ്. ഈ കാലത്ത് നമ്മുടെ പക്കലുള്ള തബ്ലീഗിന്റെ ഏറ്റവും വലിയ ആയുധം വിശുദ്ധ ഖുർആനാണ്. യുവാക്കൾക്കോ മറ്റുള്ളവർക്കോ ഏതെങ്കിലും വിധത്തിലുള്ള അപകർഷതാബോധത്തിലോ കോംപ്ലക്സിലോ ആകേണ്ടതിന്റെ ആവശ്യമില്ല. മുസ്ലിങ്ങൾക്കെതിരിലും ഖുർആനെതിരിലും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ ആയുധം ഉപയോഗിക്കുക? ഈ ആയുധം തന്നെയാണ് മുഴുവൻ മതങ്ങളുടെയും മേൽ വിജയം വരിക്കുന്നതിനുള്ള ആയുധം. ഇത് നാം പഠിക്കേണ്ടതുണ്ട്, മുന്നോട്ട് എത്തിക്കേണ്ടതാണ്. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇത് മുഖേന ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ
വിശുദ്ധ ഖുർആനെതിരിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിലും നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അവയെ ദൂരീകരിക്കേണ്ടത് ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് കേവലം ഏതാനും ചിലരുടെ ജോലിയല്ല. ഖുദ്ദാമുൽ അഹ്മദിയയുടെയോ ഏതാനും മറ്റു ചിലരുടെയോ മജ്ലിസ് അൻസാർ സുൽത്താനുൽ കലം സ്ഥാപിതമായാൽ അത് മതി എന്ന് ധരിക്കാതിരിക്കുക എന്നല്ല, മറിച്ച് ഓരോ അഹ്മദി കുട്ടികളും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മിൽ ഓരോരുത്തരും ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നവരിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അവിടുന്ന് പറയുന്നു, ഈ ജമാഅത്തിൽ പ്രവേശിച്ചതുകൊണ്ട് നിങ്ങളുടെ അസ്തിത്വം വ്യത്യസ്തമായിരിക്കണം. നിങ്ങൾ പൂർണ്ണമായും മറ്റൊരു ജീവിതം നയിക്കുന്ന മനുഷ്യരാവുക. നിങ്ങൾ മുമ്പ് ഉള്ളതുപോലെ തന്നെ ആകാതിരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ മാറ്റം വരുത്തുന്നതുകൊണ്ട് നിങ്ങൾ ആവശ്യക്കാരായി തീരുമെന്ന് ധരിക്കരുത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് ധരിക്കരുത്. അല്ല, അള്ളാഹുവിന്റെ കോന്തല പിടിക്കുന്നവൻ ഒരിക്കലും ആവശ്യക്കാരനാവുകയില്ല. അവനൊരിക്കലും മോശം ദിവസങ്ങൾ വരുന്നതല്ല. അള്ളാഹു ആരുടെ സുഹൃത്തും സഹായിയുമാണോ അഥവാ മുഴുവൻ ലോകവും അവന്റെ ശത്രുവായാൽ യാതൊന്നും ഗൗനിക്കേണ്ടതില്ല. വിശ്വാസി ബുദ്ധിമുട്ടുകളിൽപ്പെട്ടാൽ അവനൊരു ദുഃഖവും ഉണ്ടാകുകയില്ല. അതായത് ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിനു വേണ്ടിയാണ് എങ്കിൽ അത് അവൻ അനുഭവിക്കുക തന്നെയില്ല. മറിച്ച് ആ ദിവസങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ ദിനങ്ങളായിരിക്കും. അള്ളാഹുവിന്റെ മാലാഖമാർ മാതാവിനെ പോലെ അവനെ മടിത്തട്ടിലെടുക്കുന്നു. ആ ബുദ്ധിമുട്ടിന്റെ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് പ്രത്യേകമായ ഒരു ബന്ധമുണ്ടായിത്തീരുന്നു. ആ ബന്ധം കാരണം അള്ളാഹു മലക്കുകൾക്ക് കൽപ്പന നൽകുന്നു, അത്തരം ആളുകളെ തങ്ങളുടെ മടിത്തട്ടിലെടുക്കുക. ഈ ഏതാനും കാര്യങ്ങൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇടക്കിടക്ക് നമ്മോട് വിവരിച്ച ഉപദേശങ്ങളാണ് ഞാൻ വിവരിച്ചത്. ഇത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക. അത് അള്ളാഹുവിന്റെ പ്രീതിയെ സ്വായത്തമാക്കുന്നതായിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഈ ജലസ നമ്മുടെ കർമ്മപരവും ആത്മീയപരവും ദീനീപരവും വൈജ്ഞാനികപരവുമായ അവസ്ഥകളിൽ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. ജലസയുടെ ഈ ദിവസങ്ങളിൽ ജലസയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടെ നടത്തപ്പെടുന്ന പ്രസംഗങ്ങളിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക. ഓരോരുത്തരും തങ്ങളുടെ അവസ്ഥകളെ പരിശോധിക്കുക. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നിലവാരം സ്വായത്തമാക്കുന്നവരാണോ? അപ്പോഴായിരിക്കും നാം ജലസയിൽ പങ്കെടുക്കുന്നതിന്റെ യഥാർത്ഥ പ്രയോജനം എടുക്കുക. അതിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹീതരായി തീരുക. അതല്ലെങ്കിൽ ഇതും ഭൗതിക മേളകളെപ്പോലെ ഒരു മേള മാത്രമായിരിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സംഘാടനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പങ്കെടുക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കേണ്ടതാണ്. ഇത് ജലസയുടെ അന്തരീക്ഷത്തിന്റെ സുരക്ഷിതത്വത്തിനും നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും അനിവാര്യമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ നിർദ്ദേശം പ്രത്യേകം ഓർക്കുക. ഡ്യൂട്ടിക്കിടയിൽ ചിലർ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിക്കാറില്ല. നമസ്കാരത്തിന്റെ അനുഷ്ഠാനത്തിന് സ്ഥിരമായ സംവിധാനം ഉണ്ടാവേണ്ടതാണ്. അവരുടെ ഇൻചാർജുമാർ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജലസയ്ക്കിടയിൽ എല്ലാ സഹോദരങ്ങളും ദൈവസ്മരണയിലേക്ക് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ജലസയുടെ ഒരു വലിയ ലക്ഷ്യം. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء